ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയുമായി പ്രഷയുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. മറ്റൊരു വീഡിയോ ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ഷൈൻ ടോം ചാക്കോനെ കുറിച്ചാണ്. ഷൈൻ ടോം ചാക്കോയ്ക്ക് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. രണ്ട് വിവാദങ്ങളാണ് വന്നിരിക്കുന്നത്. രണ്ടെണ്ണം. കാരണം ഒന്ന്, നമ്മുടെ 16-ാം തീയതി നമ്മുടെ കൊച്ചിയിലെ വേദാന്ത ഹോട്ടലിൽ വെച്ച് ഡാൻസ് ഓഫ് പോലീസ് സംഘം എന്നൊരു സംഘമുണ്ട്. അതായത് നമ്മുടെ ലഹരി മുക്ത കേരളമാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അവർ റെയ്ഡിന് വന്നിട്ടുണ്ടായിരുന്നു. റെയ്ഡിന് വന്നപ്പോൾ ആളെ 3-ാം നിലയിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആ 3-ാം നിലയിൽ നിന്ന് ജനൽ വഴി പുറത്തിറങ്ങി 2-ാം നിലയിലെ സൺഷെയ്ഡിലേക്ക് ചാടി ആ 2-ാം നിലയിൽ നിന്ന് 1-ാം നിലയിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി അവിടെ നിന്ന് സ്റ്റെയർ വഴി പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് ഏതോ ഒരു 2 വീലർകാരൻ്റെ കൂടെ എസ്കേപ്പായി. അപ്പോൾ അത് ഇപ്പോൾ വീഡിയോ സഹിതം പുറത്ത് വന്നിട്ടുണ്ട്. അതൊരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അതൊരു വിവാദം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഷൈൻ ടോം ചാക്കോ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അതൊക്കെ നിഷേധിക്കുകയായിരിക്കും, അറിയില്ല. കാരണം 16-ാം തീയതി നടന്ന സംഭവമാണ്. ഇന്ന് 17 കഴിഞ്ഞു, 18 കഴിഞ്ഞു, 19 ആയി. ഇന്ന് 3:30 ഹാജരാകാമെന്ന് പറഞ്ഞത്. ആള് കാലത്ത് 10 മണിക്ക് തന്നെ ഹാജരായിട്ടുണ്ട്. അത് വേറെന്തോ ദുരുദ്ദേശം കൊണ്ടാണെന്ന് ആർക്കറിയാം, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഷൈൻ ടോം ചാക്കോവിനെ എന്തുകൊണ്ടാണ് എല്ലാവരും സംശയിക്കുന്നത് വെച്ചാൽ 2-3 കാരണങ്ങൾ കൊണ്ടാണ്. കാരണം കേരളത്തിലെ ആദ്യ കൊക്കൈൻ കേസ് ഷൈൻ ടോം ചാക്കോയുടെ വഴിയാണ്. 2015-ലോ 2015 തോന്നുന്നു. 2015 റൂമിൽ നിന്ന് പിടിച്ചിട്ട്, താമസിക്കുന്ന റൂമിൽ നിന്ന് പിടിച്ചു. അങ്ങനെ 4-5 പേരുണ്ടായിരുന്നു. ആ കേസ് തീർന്നത് ഇപ്പോൾ 2 ആഴ്ച മുന്നാണ്. ആ കേസ് ഒന്നും അല്ലാതെ പോയി. കാരണം അത് പോലീസിൻ്റെ അനാസ്ഥ കൊണ്ട് ഒന്നും അല്ലാതെ പോയി. കാരണം കോടതി പോലും വിമർശിച്ചു. കാരണം അത് പ്രോപ്പറായിട്ടൊന്നും അല്ല നടന്നിരിക്കുന്നത്. കാരണം ഒരുപാട് പേര്, അതിൽ 3-4 പ്രതികളുണ്ടായിരുന്നു. അതിൽ പെൺകുട്ടികൾ പോലും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പെൺകുട്ടികളെ നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ നോക്കുന്ന സമയത്തും ഒരു വനിതാ പോലീസ് വേണമായിരുന്നു. അല്ലെങ്കിൽ വനിതാ ഇതിൻ്റെ ആരെങ്കിലും വേണമായിരുന്നു. അതൊന്നും ഇല്ലാതെ അതൊക്കെയായിരുന്നു FIRലെ പഴുതുകൾ. പോലീസിൻ്റെ മിസ്റ്റേക്ക് തന്നെ ആയിരുന്നു കാര്യങ്ങൾ. അങ്ങനെ ആ കേസ് ഒന്നും അല്ലാതെ പോയി. അങ്ങനെ ഷൈൻ ടോം ചാക്കോ വിരസിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് 1 ആഴ്ച 2 ആഴ്ച ആയുള്ളൂ, വീണ്ടും ഇതുപോലൊരു കേസ് വീണ്ടും വന്നിട്ടുണ്ട്. അത് കൂടാതെ വേറൊരു കാര്യങ്ങൾ എന്താ വന്നതെന്ന് വെച്ചാൽ, കേസെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, പരാതിയൊന്നും പറയാൻ പറ്റില്ല, പരാതി തന്നെ. അപ്പോൾ അത് വേറെന്തെന്ന് വെച്ചാൽ, നമ്മുടെ വിൻസി അലോഷ്യസ് കുറച്ച് ദിവസം മുൻപ് ഒരു ലഹരി വിമുക്ത ഭാരതം എന്നൊക്കെ പറഞ്ഞൊരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ ഞാൻ ഇനി ലഹരി ഉപയോഗിക്കുന്നവരുടെ സിനിമയിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിൻസിക്കെതിരെ സോഷ്യൽ മീഡിയ ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഭയങ്കരമായിട്ട് ആ കുട്ടിയെ ഒരുപാട് തെറിവരച്ചിലും കുറ്റം പറച്ചിലൊക്കെ ആയപ്പോൾ നടന്ന സംഭവം ആ കുട്ടി പറഞ്ഞു. വിൻസി പറഞ്ഞത് ഒരു സിനിമാ സെറ്റിൽ അതിലെ മെയിനായിട്ട് അഭിനയിക്കുന്ന ആക്ടർ ഇവരുടെ മോശമായിട്ട് പെരുമാറി, ആളെ ഇങ്ങനെ ലഹരി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വായിൽ നിന്ന് വൈറ്റ് പൗഡർ പുറത്ത് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കംപ്ലൈൻ്റ് ആയിട്ട് ചെയ്തിട്ടില്ല, സോഷ്യൽ മീഡിയയിൽ വീഡിയോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആരാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന പതിവാണല്ലോ. അങ്ങനെ ചോദിച്ചപ്പോൾ ആരും പറഞ്ഞതേ ഇല്ല. അവസാനം ഒരുപാട് സൈബർ ബുള്ളിങ് വന്നപ്പോൾ പിന്നെ അതുമാത്രമല്ല, സംഘടനകളുണ്ട്, സിനിമാ സംഘടനകളിൽ അമ്മയാണെങ്കിലും FK ആണെങ്കിലും IC ആണെങ്കിലും ആ സംഘടനകളെല്ലാം പേര് പറയണം എന്ന് പറഞ്ഞിട്ട് വിവാദമാക്കിയതുകൊണ്ട് ആ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് സംഘടനയിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. പക്ഷേ അപ്പോഴും വിൻസി പറയുന്നുണ്ട്, എനിക്കിത് കേസുമായിട്ട് മുൻപോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ സംഘടനയ്ക്ക് ഇവർ പരാതി കൊടുത്തു.
ഇങ്ങനെയെന്ന് സംഭവം ഉണ്ടെന്ന്. അപ്പോൾ ആ പരാതി കൊടുക്കുമ്പോൾ ആളുടെ പേര് പറയണമല്ലോ, സ്വാഭാവികമായിട്ട് ആ പരാതിയിൽ എഴുതണമല്ലോ. അങ്ങനെ എഴുതിയതിൽ ഷൈൻ ടോം ചാക്കോയാണ് അത് എന്ന് വ്യക്തമായി. പക്ഷേ അത് വിൻസി അലോഷ്യസ് അല്ല അത് പുറത്തു വിട്ടത്. ഈ സംഘടന, അമ്മ സംഘടനയോ ഫെഫ്ക സംഘടനയോ ആരോ എസിയോ ആരോ ഒരു സംഘടന ഇത് പുറത്തു വിട്ടു. അപ്പോഴാണ് അത് ഷൈൻ ടോം ചാക്കോയാണെന്ന് മനസ്സിലായത്. അപ്പം കേസ് രണ്ടായേ. അവിടെ നിന്ന് ഓടിയെന്ന കേസ് ലോഡ്ജിൽ നിന്ന് ഓടി, പിന്നെ ഈ കേസ് പോയി, രണ്ടെണ്ണം ആയിക്കൊണ്ട് കിടക്കുകയാണ്. പിന്നെ ജനങ്ങൾ ഇപ്പോൾ പബ്ലിക്ക് ആരോ കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ, എത്ര പേര് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. മീഡിയ ആയാലും ഇത് വെച്ച് തകർക്കണ താറ തപ്പട്ട കിളിയെ പോകുന്നതെന്ന് പറയുന്നുണ്ട് അജിത്തിൻ്റെ ഒരു പടത്തിൽ. അതുപോലെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് തകർക്കലാണ്? വൈകുന്നേരമായ ചർച്ച ചെയ്താണ്, വേറെ ഒരു ചർച്ചയില്ല. വേറെ ഒരു ചർച്ചയും ഇല്ലെന്ന് പറഞ്ഞാൽ ഒറ്റ ചർച്ചയില്ല. ഇത് തന്നെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഷൈൻ ടോം ചാക്കോനെ രക്ഷപ്പെടുത്തുന്ന ഈ മീഡിയക്കാരാണ്. മീഡിയക്കാർ എന്തിനാണ് ഇങ്ങനെ ഹൈപ്പ് കൊടുത്ത്? കാരണം ഇതൊരു സൈലൻ്റായിട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇതുപോലെ വിൻസി ചെയ്ത പോലെ പല സ്ത്രീകളും വരണം, പല പുരുഷന്മാരും വരണം, വന്നിട്ട് ഇവിടെ ലഹരി വിമുക്തമാക്കണം എന്ന് ചിന്തിക്കാതെ ഇതിനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് തള്ളി 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 അവസാനം കംപ്ലൈൻറ്റ് കൊടുക്കുന്നവരെ പോലും പിൻവലിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരിതിന് ഇത്രയും കൊട്ടിഘോഷിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ഹീറോ ആണ്. കാരണം 3-ാം നിരയിൽ നിന്ന് 2-ാം നിരയിലേക്ക് ചാടി, 2-ാം നിരയിൽ നിന്ന് 1-ാം നിരയിൽ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടി, ആ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട് ഏതോ ബൈക്കുകാരൻ്റെ കൂടെ പോയി, എങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഹീറോ ആണ്. ഇതൊക്കെ ആരാ ചെയ്തത്? ഈ മീഡിയക്കാരല്ലേ. മീഡിയക്കാർക്ക് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഇത് സൈലൻ്റായി പോയി. ഈ സിനിമാ ഫീൽഡിൽ ഇതില്ലാതാക്കാൻ ശ്രമിക്കണമായിരുന്നു. സിനിമാ ഫീൽഡിൽ ഇല്ലാതാക്കിയിട്ട് നമുക്ക് ഉപകാരമില്ല എന്ന് പറയാൻ പറ്റില്ല. ഈ സിനിമ കണ്ടിട്ട് ഇപ്പോൾ ഈ ഉദാഹരണം, ഈ ഷൈൻ ടോം ചാക്കോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന, ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ ഒരു വലിയൊരു താരരാജാവിനെ പോലെ ആയി കിടക്കുകയാണ് ഇപ്പോൾ, അല്ലേ? ഇതാണ് ഈ ഷൈൻ ടോം ചാക്കോനെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ ഇതൊരു പ്രചോദനമാണ്. നമ്മൾക്ക് ഇതുപോലെ ചെയ്താൽ നമ്മളിപ്പോൾ സ്റ്റാർ ആവും, കിങ് ആവും എന്ന് പറഞ്ഞിട്ട് ആ രീതിക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ മീഡിയക്കാർ നാറികൾക്ക് എന്താ വേണ്ടത്? അങ്ങനെ റേറ്റിംഗ് വേണം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നാട്ടിൽ നടന്ന് നശിച്ച് നാരായണക്കല്ലേ പോകുന്നത്. വിൻസിയെ പോലെ 1000 വിൻസിമാർ വരുമായിരുന്നു, അതിനെയെല്ലാം ഇല്ലാതാക്കി തുടച്ച് നീക്കി. ഇതിലിത്രയും പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് മാത്രമാണ് ഇത് ഇല്ലാതായേ. ഇല്ലെങ്കിൽ സൈലൻ്റായിട്ട് അവരുടെ സംഘടനയിൽ പോയി പറഞ്ഞ് അവരിതിൽ വിലക്ക് കൊടുത്ത് ഇനി ആ സിനിമയിൽ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ അതിലുണ്ടാവാൻ പാടില്ല, നിങ്ങളിങ്ങനെ അഭിനയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതാണെങ്കിൽ ചിലപ്പോൾ അതങ്ങനെ ഒന്നും ഇല്ലാതായിട്ടുണ്ടാവും, ആ ഫീൽഡിൽ ഇല്ലാതായിട്ടുണ്ടാവും. അതൊന്നും ഇവർ ചെയ്യില്ല. ഇവർക്ക് റേറ്റിംഗ് കിട്ടണം, അതുകൊണ്ട് ഇവരങ്ങോട്ട് പൊട്ടിഘോഷിച്ച് ചെയ്തു. അതുകൊണ്ട് ഇപ്പോൾ എന്താണ്, ഷൈൻ ടോം ചാക്കോ ഹീറോ ആയി. ഇപ്പോൾ ഇന്ന് വന്നിട്ട് എന്ത് കാര്യം? വന്ന് അന്വേഷിക്കുക, സംസാരിക്കും, ഞാൻ ഇന്ന പോലെയല്ല, എന്തെങ്കിലുമൊക്കെ പറയും. രാമൻപിള്ള വക്കീലാണ്, ആളുടെ വക്കീൽ രാമൻപിള്ള വക്കീലാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ആളെ ഐഡിയ പറഞ്ഞു കൊടുക്കാതിരിക്കുമോ? ക്രിമിനൽ മൈൻഡുള്ള ആളാണ്, ഐഡിയ പറഞ്ഞു കൊടുക്കാതിരിക്കുമോ? ആളെ 3:30 ഹാജരാകാൻ പറഞ്ഞ ആൾ 10:30 ഹാജരായിട്ടുണ്ടെങ്കിൽ, 10 മണിക്ക് ഹാജരായിട്ടുണ്ടെങ്കിൽ ഒന്നും കാണാതെ ഹാജരാവില്ല. അപ്പോൾ മെയിനായിട്ട് പറയുന്നത് ഈ സോഷ്യൽ മീഡിയക്കാരോട് ഈ തരവഴിത്തരം കാണിക്കാതിരിക്കുക. ഇവർക്ക് എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അതുകൊണ്ട് ഇതൊരു നല്ലൊരു തുടക്കം വെച്ച് തരുന്ന വിൻസി അത് ഇല്ലാതായപ്പോൾ ഒന്നും അല്ലാതായപ്പോൾ നിങ്ങൾ കാരണമാണ്, വേറെ ഒന്നുമല്ല. അതാണ് മെയിൻ കാരണം. പോട്ടെ, അതൊന്നും സാരമില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ റഹീം സഖാബ് ഇന്നലെ ഒരു കാര്യം പറഞ്ഞു. ആരാണ്? റഹീം സഖാബ്. ഈ കേരളം ഭരിക്കുന്നത് പിണറായി സർക്കാർ ആണെന്ന് ഷൈൻ ടോം ചാക്കോയ്ക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ റഹീം സഖാവേ, ഇതേ ഷൈൻ ടോം ചാക്കോയ്ക്ക് പിണറായി ഭരിക്കണമെന്ന് നന്നായി അറിയാം, മനസ്സിലായില്ലേ? ആൾക്ക് കൊക്കൈൻ കേസ്, കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസാണ്, ഫസ്റ്റത്തെ കൊക്കൈൻ കേസിൻ്റെ പ്രതിയാണ് ഈ ഷൈൻ ടോം ചാക്കോ. മനസ്സിലായോ? അതെന്തായി?
9 വർഷമായിട്ടുള്ളൂ. നിങ്ങൾ തന്നെയല്ലേ ഭരിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ആ കേസ് എന്തായി? ഒരു മാങ്ങാണ്ടി ആയിട്ടില്ല. കേസ് തള്ളിപ്പോയി. പ്രതി നിരപരാധികളായി ഇവരെല്ലാവരും. ചോദിച്ചപ്പോൾ എന്താണ്? പോലീസിൻ്റെ അനാസ്ഥ, പോലീസിൻ്റെ FIRൽ കറക്റ്റായിട്ട് കാര്യങ്ങളില്ല. ഒരു ഗസറ്റഡ് ഓഫീസിനെ ഒരു സ്ത്രീ ഒരു ലേഡിനെ പരിശോധിക്കുമ്പോൾ ഒരു ഗസറ്റഡ് ഓഫീസ് ലേഡി വേണമെന്നുണ്ട്, വനിത വേണമെന്നുണ്ട്. അതില്ല. അങ്ങനെ 1-2 കാര്യങ്ങൾ ആയതുകൊണ്ട് ആ കേസ് തള്ളിപ്പോയി. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. നിങ്ങളൊക്കെ കൈക്കൂലി വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തിട്ടോ അല്ലെങ്കിൽ കണ്ണടച്ചിട്ടോ ഒന്നും നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. മദ്യ നിരോധനം പറഞ്ഞിട്ട് നിങ്ങൾ മദ്യ നിരോധനം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വോട്ട് മേടിച്ചിട്ട് ആയിരക്കണക്കിന് ബാറുകളും ബീവറേജും തുറന്ന ആളുകളാണ് നിങ്ങൾ. പിന്നെ നിങ്ങളെ കൊണ്ട് പറഞ്ഞിട്ട് എന്ത് കാര്യം? നിങ്ങളെ കൊണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ എന്താ ഒരു കാര്യം? അടുത്ത പ്രാവശ്യം നിങ്ങൾ തന്നെ ഭരണത്തിൽ വരുള്ളൂ. കാരണം ഭരണത്തിൽ വരാനുള്ള ആളുകളൊന്നും കോൺഗ്രസ്സിലും ഇല്ല. പിന്നെന്താ ചെയ്യാൻ പറ്റുക? അതിന് മാത്രമുള്ള തെമ്പുള്ള ആളുകളില്ല. ആകെ ഒരു ഷാഫി പറമ്പിലും രാഹുൽ മങ്കോടത്തിലും മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അതുകൊണ്ട് അതും നോക്കിയിട്ട് കാര്യമില്ല. വീണ്ടും നിങ്ങൾ തന്നെ വരികയായിരിക്കും, കേരളം കുട്ടിച്ചോറാക്കുകയായിരിക്കും. വേറൊന്നും സംഭവിക്കില്ല. പക്ഷേ വെല്ലുവിളിക്കരുത്. റഹീം സഖാവിനൊന്നും വെല്ലുവിളിക്കാനുള്ള ഒരു അവകാശവുമില്ല, ഒരധികാരവുമില്ല, കാര്യമില്ല. നിങ്ങളും കണക്ക് തന്നെ, എല്ലാവരും കണക്ക് തന്നെ. എവിടേക്കായി പോക്കെന്നറിയില്ല. പിന്നെ എന്താ അറിയോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നശിച്ച് നാരായണക്കല്ലായി പോവുകയാണ്. മനസ്സിലാക്കുക, അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പിന്നെ ഓക്കെ, കാണുന്നവരോട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ ഒന്നും പറയാനില്ല. വേറെ എന്തെങ്കിലുമൊക്കെ പറയാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ശൈലിയിൽ പറഞ്ഞതാണ്, മിസ്സായിട്ടുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.